നമസ്കാരം. ക്രിസ്ത്യനിലെ വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ചിക്കാഗോയിൽ SFCNA 20ാമത് കുടുംബസംഗമം 2027 ജൂലൈ. പെന്തക്കോസ്ത് ഐക്യവേദിയുടെ 18ാമത് വാർഷിക കൺവെൻഷൻ പാലക്കാട് വേദിയാകും. ചർച്ച് ഓഫ് ഗോഡ് നുങ്കമ്പാക്കം ഫാമിലി റിട്രീറ്റ് ഓഗസ്റ്റ് 15. ഹാമിൽട്ടൺ ട്രിനിറ്റി മർത്തോമ സൺഡേ സ്കൂൾ VBS സെപ്റ്റംബർ 24 മുതൽ. ഷാർജയിൽ PIPA UAE റീജിയൻ വാർഷിക കൺവെൻഷൻ. ലണ്ടനിലെ തെരുവുകളിൽ സുവിശേഷം പ്രസംഗിക്കാൻ അനുമതി. ക്രൈസ്തവരോട് BJP കാണിക്കുന്ന ഇരട്ടത്താപ്പ് നയമെന്ന് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ. രാജ്യത്ത് നടക്കുന്നത് ഭരണകൂടങ്ങളുടെ ഒത്താശയോടെയുള്ള ക്രൈസ്തവ പീഡനമെന്ന് PCI. മതപരിവർത്തനവും മനുഷ്യക്കടത്ത് നടത്തുന്ന പെന്തക്കോസ്തരാകാമെന്ന് രാജീവ് ചന്ദ്രശേഖർ. വ്യാപക നാശനഷ്ടം. റഷ്യയിലും ജപ്പാനിലും അതിശക്തമായ ഭൂകമ്പവും സുനാമിയും. ചിക്കാഗോയിൽ SFCNA 20ാമത് കുടുംബസംഗമം 2027 ജൂലൈ. SFCNAയുടെ 20ാമത് കുടുംബസംഗമം 2027 ജൂലൈ 1 മുതൽ 4 വരെ ചിക്കാഗോയിൽ നടക്കും. സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ ഒരു നേതൃത്വ നിരയെ പ്രഖ്യാപിച്ചു. മുഖ്യ കൺവീനറായി പ്രൊഫസർ AMG ജോൺസനെ തിരഞ്ഞെടുത്തു. ഡോക്ടർ മണി വർഗീസ് ജോയിൻറ്റ് കൺവീനറായും പ്രൊഫസർ തേജസ് P തോമസ് സെക്രട്ടറിയായും പ്രവർത്തിക്കും. കൂടാതെ ജിംസ് മേടമന ട്രഷറായും പ്രൊഫസർ ഫിന്നി വർഗീസ് ജോയിൻറ്റ് ട്രഷറായും പ്രൊഫസർ അബിൻ അലക്സ് മീഡിയ കോർഡിനേറ്ററായും സാം മാത്യുവിനെ യൂത്ത് കോർഡിനേറ്ററായും നിയമിച്ചു. പെന്തക്കോസ്ത് ഐക്യവേദിയുടെ 18ാമത് വാർഷിക കൺവെൻഷൻ പാലക്കാട് വേദിയാകും. 2025 ചെന്നിത്തല ഇരമത്തൂർ എന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ച പെന്തക്കോസ്ത് ഐക്യവേദിയുടെ 18ാമത് വാർഷിക കൺവെൻഷൻ പാലക്കാട് IPC കൽക്കണ്ടി ചർച്ചിൻ്റെ ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 14-15 തീയതികളിൽ IPC അട്ടപ്പാടി സെൻറ്ററിൻ്റെ സഹകരണത്തോടെ നടക്കും. IPC അട്ടപ്പാടി സെൻറ്റർ പാസ്റ്റർ MG മത്തായി ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർമാരായ അഭിലാഷ് ബാബു രാജസ്ഥാൻ, ജോയ് പാറയ്ക്കൽ അങ്കമാലി എന്നിവർ പ്രസംഗിക്കും. പെന്തക്കോസ്ത് ഐക്യവേദി ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജെഫി P വർഗീസ് അമേരിക്ക, പാസ്റ്റർ സിനോജ് എന്നിവർ നേതൃത്വം നൽകും. ചർച്ച് ഓഫ് ഗോഡ് നുങ്കമ്പാക്കം ഫാമിലി റിട്രീറ്റ് ഓഗസ്റ്റ് 15. ചർച്ച് ഓഫ് ഗോഡ് നുങ്കമ്പാക്കം YPA ആൻഡ് സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15 കുടുംബങ്ങൾക്കായി പാത്ത് ഫൈൻഡേഴ്സ് 2025 എന്ന പേരിൽ നുങ്കമ്പാക്കം ചർച്ച് ഓഫ് ഗോഡിൽ ഏകദിന റിട്രീറ്റ് നടക്കും. പാസ്റ്റർ ഷാജി ഫിലിപ്പ്, ഇവാഞ്ചലിസ്റ്റ് ബെൻസൺ വർഗീസ്, സിസ്റ്റർ ബ്ലസ്സി ബെൻസൺ എന്നിവർ നേതൃത്വം നൽകും. ഹാമിൽട്ടൺ ട്രിനിറ്റി മർത്തോമ സൺഡേ സ്കൂൾ VBS സെപ്റ്റംബർ 24 മുതൽ. ഹാമിൽട്ടൺ ട്രിനിറ്റി മർത്തോമ സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 24 മുതൽ 27 വരെ ഹാമിൽട്ടൺ സൗത്ത് ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ നടക്കും. രാവിലെ 9 പ്രോഗ്രാം ആരംഭിക്കും. യേശു ജീവിത ശില്പി എന്നതാണ് തീം. റവറൻഡ് മാത്യൂസ് ജോർജ് നേതൃത്വം നൽകും. ഷാർജയിൽ PIPA UAE റീജിയൻ വാർഷിക കൺവെൻഷൻ. PIPA UAE റീജിയൻ്റെ വാർഷിക കൺവെൻഷൻ ഓഗസ്റ്റ് 18-19 തീയതികളിൽ ഷാർജ വർഷിപ്പ് സെൻറ്റർ മെയിൻ ഹാളിൽ നടക്കും. ഡോക്ടർ സാബു വർഗീസ് USA മുഖ്യ സന്ദേശം നൽകും. റീജിയൻ പ്രസിഡന്റ് ഡോക്ടർ വിൽസൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. ബേർഷെബ, ഷാർജ, പ്രയർ സെൻറ്റർ, അജ്മാൻ എന്നീ സഭകൾ ഗാനം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ലണ്ടനിലെ തെരുവുകളിൽ സുവിശേഷം പ്രസംഗിക്കാൻ അനുമതി. പരസ്യയോഗം, ലഘുലേഖ വിതരണം, ക്രിസ്തീയ വചനങ്ങളുടെയും ബൈബിൾ വചനങ്ങളുടെയും പൊതുപ്രദർശനം എന്നിവ തടയുന്ന ഉത്തരവ് പിൻവലിക്കാൻ നിർബന്ധിതരായി പടിഞ്ഞാറൻ ലണ്ടനിലെ ഹില്ലിംഗ്ടൺ നഗരം. നിയന്ത്രണങ്ങൾ നിയമവിരുദ്ധമാണെന്നും മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും വാദിച്ചാണ് യുക്സ് ബ്രിഡ്ജ് ആസ്ഥാനമായുള്ള പെന്തക്കോസ്റ്റൽ സഭയായ കിങ്സ് ബെറോ സെന്റർ വിശ്വാസം തെരുവിൽ പ്രസംഗിക്കാനും പഠിപ്പിക്കാനുമുള്ള അവകാശം പുനഃസ്ഥാപിച്ചെടുത്തത്. യുക്സ് ബ്രിഡ്ജ് ടൗൺ സെന്ററിൽ ആംപ്ലിഫിക്കേഷൻ ഉപകരണങ്ങളുടെ ഉപയോഗം, മതസാഹിത്യ വിതരണം, ബൈബിൾ വാക്യങ്ങളുടെ പ്രദർശനം എന്നിവ നിരോധിച്ചതിനെ തുടർന്ന് ഈ കൂട്ടായ്മയുടെ സുവിശേഷ പ്രസംഗങ്ങൾ, ലഘുലേഖ വിതരണം എന്നിവ പോലീസ് തടയുകയായിരുന്നു. കിങ്സ് ബെറോ സെന്ററിന്റെ നിയമപരമായ ചെലവുകൾ വഹിക്കാൻ ഹില്ലിംഗ്ടൺ കൗൺസിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 20,000 പൗണ്ട് വരും. ക്രൈസ്തവരോട് BJP കാണിക്കുന്ന ഇരട്ടത്താപ്പ് നയമെന്ന് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ. കേരളത്തിൽ ക്രൈസ്തവ സ്നേഹം കാണിക്കുകയും വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ പീഡനം നടത്തുകയും ചെയ്യുന്ന BJPയുടെ ഇരട്ടത്താപ്പ് നയത്തോട് യോജിക്കാൻ പെന്തക്കോസ്റ്റ് സമൂഹത്തിന് പറ്റുകയില്ലെന്ന് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിൽ.
ഭരണഘടനയിൽ എല്ലാ മതങ്ങൾക്കും തങ്ങൾ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ നിയമങ്ങൾ ഉണ്ടായിട്ടും സുവിശേഷം പറയുന്ന മിഷണറിമാരെ മതപരിവർത്തനത്തിന്റെ പേരിൽ ജയിലുകളിൽ അടയ്ക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരികയാണ്. ഏകദേശം 500 മിഷണറിമാർ ജാമ്യം ലഭിക്കാതെ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ 3 സ്ഥലങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. മഹാരാഷ്ട്രയിൽ ക്രിസ്തീയ മിഷണറിമാരെ ആക്രമിക്കുന്നതിന് 3 ലക്ഷം രൂപയും അംഗഭംഗം വരുത്തുന്നതിന് 5 ലക്ഷം രൂപയും മിഷണറിയെയും കുടുംബത്തെയും വധിക്കുന്നതിന് 11 ലക്ഷം രൂപയും പാരിതോഷികം പ്രഖ്യാപിച്ച BJP MLA ഗോചി ചന്ദ് പടാൽക്കർക്കെതിരെ BJP നേതൃത്വം നടപടിയെടുക്കണമെന്നും യുണൈറ്റഡ് ബെന്തക്കോസ്റ്റൽ കൗൺസിൽ ദേശീയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. രാജ്യത്ത് നടക്കുന്നത് ഭരണകൂടങ്ങളുടെ ഒത്താശയോടെയുള്ള ക്രൈസ്തവ പീഡനമെന്ന് PCI. മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് സിസ്റ്റർ വന്ദനയെയും സിസ്റ്റർ പ്രീതിയെയും അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയവും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളിയുമാണെന്ന് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള വർഗീയ ശക്തികൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ കാണിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ നെറികേടാണിതെന്നും ക്രൈസ്തവ ആരാധനാലയങ്ങൾ ആക്രമിക്കുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് ഇവരുടെ സ്ഥിരം ശൈലിയാണെന്നും സംസ്ഥാന ഭരണകൂടങ്ങളുടെയും നിയമപാലകരുടെയും സപ്പോർട്ടോടെയാണ് ഈ ക്രൈസ്തവ പീഡനം നടക്കുന്നതെന്നും ക്രൈസ്തവർക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും PCI നാഷണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മതപരിവർത്തനവും മനുഷ്യക്കടത്ത് നടത്തുന്ന പെന്തക്കോസ്തരാകാമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ മതപരിവർത്തനവും മനുഷ്യക്കടത്തവും നടത്തിയിട്ടില്ലെന്നും അത് നടത്തുന്നത് ബന്ധക്കോസ്റ്റുകാരോ മറ്റു ചിലരോ ആയിരിക്കാമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കും വരെ ഒപ്പം BJP ഉണ്ടാകുമെന്നും അതിന്റെ ഭാഗമായാണ് അനൂപ് ആന്റണിയെ അവിടെ അയച്ചതെന്നും ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയവും അപമാനകരവുമാണെന്ന് ബെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ അറിയിച്ചു. ചന്ദ്രശേഖറിന്റെ വാക്കുകൾ അടിസ്ഥാനരഹിതമാണെന്ന് യുണൈറ്റഡ് ബെന്തക്കോസ്റ്റൽ കൗൺസിലും അഭിപ്രായപ്പെട്ടു. വ്യാപക നാശനഷ്ടം. റഷ്യയിലും ജപ്പാനിലും അതിശക്തമായ ഭൂകമ്പവും സുനാമി. റഷ്യയിലെ കാംചത്ക പെൻസുലയ്ക്ക് സമീപം റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂകമ്പം രേഖപ്പെടുത്തി. ജൂലൈ 30 ബുധനാഴ്ചയുണ്ടായ ഈ ഭൂകമ്പം റഷ്യയുടെ കിഴക്കൻ തീരങ്ങളിലും ജപ്പാനിലും ശക്തമായ സുനാമി തിരകൾക്ക് കാരണമായി. 1952 ശേഷം ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭൂകമ്പമാണിത്. ഭൂകമ്പത്തിന് പിന്നാലെ റഷ്യയിലെ കിഴക്കൻ കാംചത്ക, സെവറോ കുറിൽസ്ക്, നിക്കോൾസ്കോയോ എന്നിവിടങ്ങളിൽ 16 അടി വരെ ഉയരത്തിൽ സുനാമി തിരകൾ ആഞ്ഞടിച്ചു. ജപ്പാനിലെ ഹൈക്കെഡോ മേഖലയിലും സുനാമി തിരകളെത്തി. ചിലയിടങ്ങളിൽ 4.3 അടി വരെ ഉയരത്തിൽ തിരകൾ ആഞ്ഞടിച്ചതായി റിപ്പോർട്ടുണ്ട്. റഷ്യൻ അധികൃതർ ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടു. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ചിക്കാഗോയിൽ SFCNA 20ാമത് കുടുംബ സംഗമം 2027 ജൂലൈ. പെന്തക്കോസ്ത് ഐക്യവേദിയുടെ 18ാമത് വാർഷിക കൺവെൻഷൻ പാലക്കാട് വേദിയാകും. ചർച്ച് ഓഫ് ഗോഡ് നുങ്കമ്പാക്കം ഫാമിലി റിട്രീറ്റ് ഓഗസ്റ്റ് 15. ഹാമിൽട്ടൺ ട്രിനിറ്റി മർത്തോമ സൺഡേ സ്കൂൾ VBS സെപ്റ്റംബർ 24 മുതൽ. ഷാർജയിൽ PIPA UAE റീജിയൻ വാർഷിക കൺവെൻഷൻ. ലണ്ടനിലെ തെരുവുകളിൽ സുവിശേഷം പ്രസംഗിക്കാൻ അനുമതി. ക്രൈസ്തവരോട് BJP കാണിക്കുന്ന ഇരട്ടത്താപ്പ് നയമെന്ന് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ. രാജ്യത്ത് നടക്കുന്നത് ഭരണകൂടങ്ങളുടെ ഒത്താശയോടെയുള്ള ക്രൈസ്തവ പീഡനമെന്ന് PCI. മതപരിവർത്തനവും മനുഷ്യക്കടത്ത് നടത്തുന്ന പെന്തക്കോസ്തരാകാമെന്ന് രാജീവ് ചന്ദ്രശേഖർ. വ്യാപക നാശനഷ്ടം. റഷ്യയിലും ജപ്പാനിലും അതിശക്തമായ ഭൂകമ്പവും സുനാമി. ഈ ആഴ്ചയിലെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.